ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ കട്ട്ലറ്റ് നല്ല മൊരിഞ്ഞിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല ടിപ്സും ട്രിക്സൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ചിക്കനും പൊട്ടറ്റോയും വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വേവിക്കാം കേട്ടോ. ഞാൻ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 250 ഗ്രാം ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഒരുമിച്ചിട്ട് വേവിക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും പിടിക്കാൻ പാകത്തിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പാത്രത്തിലാണ് വേവിക്കുന്നത്. നിങ്ങൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കൊടുത്താൽ മതി. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചതച്ചെടുക്കാനായിട്ട് കുറച്ച് സാധനം വേണം. ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളിയും അത്യാവശ്യം വലിപ്പമുള്ളൊരു പീസ് ഇഞ്ചിയും ഒരു 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതാ നമ്മൾ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അങ്ങനെ, പക്ഷേ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു 4 ബ്രെഡ് സൈസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് പിച്ചി പറിച്ചിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് കുറേ നാൾ ഫ്രീസ് ചെയ്ത് വെക്കാം, കേടാവൊന്നുമില്ല. ഇപ്പോൾ ഇതാ ബ്രെഡ് പൊടിച്ചിട്ട് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ മൊരിഞ്ഞ് വരും. ആ ഒരു സമയം വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലുള്ള കട്ടകളും എല്ലാം പൊടിഞ്ഞ് നല്ല മൊരിഞ്ഞിട്ട് വരും. ഇപ്പോൾ ഇതാ ആയി വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാക്കി എടുക്കണേ. ഇത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, കുറേ നാൾ. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടി ഞാൻ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സവാള കൊത്തി അരിഞ്ഞതും നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചതച്ചെടുത്തിട്ടുള്ളതുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റുകയെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ട്രാൻസ്പെറൻ്റ് ആവുന്ന ആ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പൊട്ടാറ്റോ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണിത്. ഇത് നമുക്ക് മസാലയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഉടച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ ചൂടാറിയതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനിത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ്, എരിവ് എല്ലാം നോക്കണം. നമുക്ക് എന്തെങ്കിലും കുറവായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. എന്നാൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. ഇനി നമുക്കിത് ഉണ്ട പിടിക്കാനായിട്ട് തുടങ്ങാം. അതിന് മുന്നായിട്ട് നമുക്കിതിൽ വേണ്ട മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു മുട്ടാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിയ മുട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഒട്ടും തന്നെ പൊട്ടിപ്പോവുകയില്ല. ഇങ്ങനെ വിണ്ട് കീറുക, സൈഡൊക്കെ വിണ്ട് കീറൂല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് ഉണ്ട പിടിക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുപ്പീൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കട്ടി വേണം, റൗണ്ട് വേണം എന്ന് അതിനനുസരിച്ച് കുപ്പീൻ്റെ അടപ്പ് എടുക്കാനായിട്ട് നോക്കണേ. ഇതിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ കട്ട്ലറ്റിൻ്റെ കട്ടർ എടുത്താലും മതി. അതിപ്പോൾ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവില്ലല്ലോ. പക്ഷേ കുപ്പീൻ്റെ അടപ്പാകുമ്പോൾ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവും. അപ്പം ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ ഇതിൻ്റെ ഉൾവശത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ട പിടിച്ച് തുടങ്ങാം. ഈ അടപ്പിലേക്ക് എത്രമാത്രം വലിപ്പത്തിലുള്ള ഉണ്ട വേണോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ട പിടിക്കാം. എന്നിട്ട് ആദ്യം തന്നെ മുട്ടയിലാണ് ഞാൻ കോട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കയ്യിൽ വെച്ച് പരത്തി എന്നിട്ട് മുട്ടയിൽ മുക്കി അങ്ങനെയല്ല ചെയ്യാറ്. പക്ഷേ ഇതങ്ങനെയല്ല. ആദ്യം തന്നെ ഉണ്ട പിടിച്ചിട്ടാണ് മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ആദ്യം തന്നെ കയ്യിൽ വെച്ച് പരത്തി ഷേപ്പ് ചെയ്ത് പിന്നെ മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം ഒത്തിരി പിടിക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിയും. ഇപ്പോൾ അതാ ഞാൻ ഈ അടപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ നമുക്ക് ഇത് നിരത്തി കൊടുക്കേണ്ടത് ആ പാത്രത്തിലേക്ക് തിരിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. 2 കൊട്ട് കൊടുത്താൽ തന്നെ അത് വീണോളും. വളരെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഷേപ്പാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് പരത്തുന്നതിനെക്കാട്ടിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഷേപ്പ് കിട്ടും കേട്ടോ. ഇനിത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞോളും. ഇപ്പോൾ ഞാനൊരു 5 എണ്ണം ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ പൊതിയുക. എന്നിട്ട് വീണ്ടും അടപ്പിൽ ഒന്ന് വെക്കുക. നല്ല പോലെ ഒന്ന് പ്രസ്സാക്കുക. തിരിച്ചിട്ടൊന്ന് കൊട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ലപോലെ യൂസ്ഫുൾ ആവും. കാരണം എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മുട്ട ഒന്നും ഒരുപാട് ഇതിലേക്ക് വേണ്ട. കാരണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ മുട്ട ഇതിലേക്ക് ഒരുപാട് വേണ്ട. ഇപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ആക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഓരോ കട്ട്ലറ്റും ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ എണ്ണയ്ക്ക് ചൂടുണ്ടായിട്ടിരിക്കണം. പിന്നെ മുങ്ങാൻ പാകത്തിൽ എണ്ണ ഒഴിക്കുകയും വേണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ കട്ട്ലറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കട്ട്ലറ്റൊക്കെ പൊട്ടിപ്പോവും. ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, എണ്ണയ്ക്ക് ചൂട് കുറവായിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓയിൽ കട്ട്ലറ്റ് മുങ്ങാൻ പാകത്തിൽ ഒഴിച്ചിട്ടില്ലെങ്കിലും കട്ട്ലറ്റ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട്ലറ്റ് നല്ല ഗോൾഡ് കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറുത്ത് കോരാം. നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല പെർഫെക്റ്റ് കട്ട്ലറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചെറിയ രീതിയിലുള്ള ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെയുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. പിന്നെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. എന്നാലും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പൊട്ടിപ്പോക്കാത്ത രീതിയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഞാൻ ഇതിന് മുൻപ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങിന് എനിക്ക് ഒത്തിരി വ്യൂവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം എല്ലാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. അത് നമുക്കൊരു മാസം വരെയൊക്കെ ഫ്രീസറിൽ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുമേ. ഇപ്പോൾ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. എല്ലാം ഒന്ന് പോയി കണ്ട് നോക്കണേ, ട്രൈ ആക്കാൻ നോക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്